പാഠം 585 ചില അപ്രിയ സത്യങ്ങൾ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. എനിക്ക് ഓർമ്മയുണ്ട്, ഭാമയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാ സാറിനൊരു സംശയം? ഒരു കേസ് വാദിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ അവൾ എതിർക്കോ? ദിവാകരൻ രാവിലെ വരുന്ന പറഞ്ഞിരിക്കുന്നത്. ഇനി സാർ അതോർത്ത് വിഷമിക്കണ്ട. ദിവാകരന്റെ കേസ് ഭാമ വാദിക്കും, ജയിച്ചിരിക്കും. അതുപോലെ ശരി സാർ. തഹസീൽദാർ വിളിച്ചിരുന്നു. ദിവാകരന്റെ കേസിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു, ഹേ മോഹനേഷ്, ഒരു കാര്യം ഏറ്റാൽ ഏറ്റതാണെന്ന്. കൃത്യം 9 മണിയാകുമ്പോ ദിവാകരൻ വരും. മോഹനേട്ടന്റെ വേണ്ടപ്പെട്ട ഒരു കാര്യം വരുമ്പോ എന്താ ഉത്സാഹം. അങ്ങനെ അല്ലാത്തൊരു കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ പറയും, വക്കീലന്മാരെല്ലാരും കള്ളന്മാരാണ്, നാട്ടിലെ അക്രമവും അന്യായവും മുഴുവനും പ്രോത്സാഹിപ്പിക്കുന്നത് വക്കീലന്മാരാണ് എന്നൊക്കെ. ഈ ദിവാകരന്റെ കേസിൽ ന്യായം 100% ദിവാകരന്റെ പക്ഷത്തായതുകൊണ്ടാണ് ആ കേസ് വാദിക്കണം എന്ന് ഞാൻ എന്നോട് പറഞ്ഞത്. 4-5 കൊല്ലം ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് ദിവാകരൻ വാങ്ങിയ 20 സെന്റ് ഭൂമിയുടെ ഒരു വശം കയ്യേറി ചന്ദ്രൻകുട്ടി വഴിവെട്ടിയത് എവിടുത്തെ ന്യായമാണ്? ദിവാകരന്റെ സ്ഥലം കയ്യേറാതെ വഴിവെട്ടാനുള്ള ഭൂമി ചന്ദ്രൻകുട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ ദിവാകരൻ സ്ഥലത്തില്ലാത്ത സമയം നോക്കി ചന്ദ്രൻകുട്ടി ദിവാകരന്റെ സ്ഥലം കയ്യേറുകയായിരുന്നല്ലോ എന്ന് ദിവാകരൻ പറയുന്നതല്ലേ മോനേട്ടാ? സത്യം അത് തന്നെയാന്നുള്ളതിന് എന്താ ഉറപ്പുള്ളത്? ഒരു കേസിന്റെ കാര്യം വരുമ്പോ 2 കക്ഷികളും അവരവരുടെ ഭാഗത്താണ് ന്യായം എന്ന് പറയില്ലേ? പക്ഷേ വെറുതെ ഒരു കള്ളക്കഥ പറയുന്ന ആളല്ല ദിവാകരൻ. സത്യസന്ധനാണ്. അല്ലെങ്കിൽ തന്നെ തഹസിൽദാരുടെ ചേട്ടന്റെ മകൻ എങ്ങനെ കള്ളം പറയും? അത് കൊള്ളാം മോഹനേട്ടാ, നല്ല ന്യായമായി പോയി. തഹസിൽദാർ സത്യസന്ധനാണ് എന്ന് മോഹനേട്ടൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനിത് വകവെച്ച് തന്നേനെ. തഹസിൽദാർ മാന്യനായതുകൊണ്ട് തഹസിൽദാരുടെ ചേട്ടന്റെ മോനും മാന്യനായിരിക്കും എന്ന് പറയുന്നതിൽ എന്തുറപ്പാ മോഹനേട്ടാ ഉള്ളത്? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്നാണ് പ്രമാണം. ആടിമുടി സത്യസന്ധനായ തഹസിൽദാരുടെ തറവാട്ടിൽ തഹസിൽദാരോടൊപ്പം ജീവിച്ച ആളാണ് ദിവാകരൻ. അപ്പോ തഹസിൽദാരുടെ ഗുണഗണങ്ങൾ അയാൾക്കും കിട്ടില്ലേ? അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. എന്ത് വ്യവസ്ഥ? മോഹനേട്ടൻ പറയുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ സത്യസന്ധനും നീതിമാനും മഹാനുമായ ഈ വില്ലേജ് ഓഫീസറുടെ കൂടെ 4-5 കൊല്ലമായി ജീവിക്കുന്ന എനിക്കും മോഹനേട്ടന്റെ ഗുണങ്ങൾ കിട്ടിക്കാണുമല്ലോ അല്ലേ? മുല്ലപ്പൂമ്പിടിയേറ്റല്ലേ കിടപ്പ്, എങ്ങനെ സൗരഭ്യം ഉണ്ടാവാതിരിക്കാനാ? നിനക്കുള്ള നല്ല ഗുണങ്ങളൊക്കെ അങ്ങനെ കിട്ടിയതാണ്. അപ്പോ എനിക്ക് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. മോഹനേട്ടൻ ആവി തന്നെ അത് കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അല്ല, ഇന്ന് സാർ അങ്ങനെയൊക്കെ പറയുന്ന എനിക്ക് അറിയാലോ. ദിവാകരന്റെ കേസ് എന്നെ കൊണ്ട് വാദിപ്പിക്കാമെന്ന് തഹസിൽദാരോട് ഏറ്റുപോയില്ലേ? ഇനി ഞാൻ ആ കേസ് വാദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന്റെ മാനം പോവില്ലേ? അതുകൊണ്ട് ദിവാകരൻ വരുന്നവരെ ഞാൻ പറയുന്നതെല്ലാം മോഹനേട്ടൻ കേൾക്കും, സമ്മതിക്കും. എന്റെ മോഹനേട്ടൻ ആരാ മോൻ? പക്ഷെ ഭാമേ, ദിവാകരന്റെ പക്ഷത്താണല്ലോ ന്യായം. അതുകൊണ്ടാ ഞാൻ അങ്ങനെ. പോയി ആദ്യം ഫോൺ എടുക്കാൻ നോക്ക്, ഏതെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും. ചെല്ല് ചെല്ല് ചെല്ല്. ഹലോ സർ, ഞാൻ ശശിയാണ്. ഏത് ശശി? ഞാൻ കഴിഞ്ഞ ആഴ്ച വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച 1000-ലധികം പേർ വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. സാർ, ഞാനൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ തരാൻ വന്നതാ. അംഗൻവാടിയുടെ പുറകിലെ 10 സെന്റ് ഭൂമിയുടെ. മനസ്സിലായി. മുന്നാധാരത്തിന്റെ പകർപ്പില്ലാതെ സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകാൻ വന്ന ശശി. അതെ സർ. ശശിയോട് ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ആധാരത്തിന്റെ അസലും പകർപ്പും മുന്നാധാരത്തിന്റെ പകർപ്പും വേണമെന്ന്. അതില്ലാതെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഞാൻ വീട്ടിലൊക്കെ നോക്കി സർ, മുന്നാധാരം കാണാനില്ല. അതെന്റെ പ്രശ്നമല്ല.
ശശിയുടെ ഭൂമിയുടെ മുന്നാധാരം സൂക്ഷിക്കാനുള്ള ബാധ്യത ശശിക്കാണ്, എനിക്കല്ല. സാറ് വിചാരിച്ച മുന്നാധാരം ഇല്ലാതെ ഞാൻ വിചാരിക്കില്ല. മേലിൽ ഇമ്മാതിരി ആവശ്യം പറഞ്ഞ് എന്നെ വിളിച്ച് ശല്യപ്പെടുത്തരുത്, മനസ്സിലായോ? ഞാൻ ആഫീസിലേക്ക് വരാം സാർ. മുന്നാധാരമില്ലാതെ ആഫീസിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് തരാനല്ല സർക്കാർ എനിക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. ഇക്കാര്യം പറഞ്ഞ് മേലിൽ എന്നെ ശല്യം ചെയ്താൽ ഞാൻ പോലീസിൽ പറയും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സമയം മെനക്കെടുത്തിയാൽ എന്തായിരിക്കും ശിക്ഷ എന്ന് ശശിക്കറിയാമോ? മേലിൽ ഇത് ആവർത്തിക്കണം. എന്തൊരു ദേഷ്യന്റെ മോനോട് ഇത്. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ചോദിച്ചു വരുന്നവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു പറയുന്നത് എവിടുത്തെ മര്യാദയാ? ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. മോഹനേട്ടാ, ആളുകൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞെന്നും ചെയ്തു എന്നൊക്കെ വരില്ലേ? അതൊന്നും ക്ഷമിച്ചാൽ എന്താ? പറ്റില്ല. അങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസറാണ്. കഷ്ടം തന്നെ. ഒരാളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഭീഷണിപ്പെടുത്തുന്നു. അതെ, സാറ് വില്ലേജ് ഓഫീസറാണോ അതോ ഗുണ്ടയോ? നേരത്തെ വന്നു. 9 മണിക്കല്ലേ വരാന്ന് പറഞ്ഞത്, പെട്ടുപോയല്ലേ? സുലൈമാനോ? നമസ്കാരം സാർ. എന്താ സുലൈമാൻ വേണ്ടത്? സാർ, എന്റെ പോക്കുവരവിന്റെ കാര്യം. അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞാണല്ലോ. അതെ, പക്ഷേ സാർ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. എനിക്കും. സാർ എന്നെ കൈവിടരുത്. സുലൈമാനെ, സുലൈമാൻ ശ്രീധരന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഭൂമി വാങ്ങി ആധാരം രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് ചെയ്യാനായി വില്ലേജ് ഓഫീസിലേക്ക് കൊണ്ടുവന്നു. ഇതല്ലേ സംഭവം? അതെ സാർ. വില്ലേജ് ഓഫീസിലെ തണ്ടൽപ്പേർ രജിസ്റ്ററിൽ ശ്രീധരന്റെ പേരിലുള്ളത് 13 സെന്റ് ഭൂമിയാണ്. സുലൈമാൻ കൊണ്ടുവന്ന ആധാരത്തിൽ 15 സെന്റ് ഭൂമി. അപ്പോ കൂടുതലായി കണ്ട 2 സെന്റ് ഭൂമി എവിടെ നിന്ന് വന്നു? സ്ഥലം അളന്നതാണ് സാർ. 15 സെന്റ് ഭൂമിയുണ്ട്. ഉണ്ട്. ആ 2 സെന്റ് സർക്കാർ പുറമ്പോക്കാണ്. ആധാരം എഴുതിയപ്പോൾ സുലൈമാൻ പുറമ്പോക്ക് ഭൂമി സൂത്രത്തിൽ സുലൈമാന്റേതാക്കി. ആ കളി നടക്കില്ല സുലൈമാനെ. ആ വസ്തു പോക്കുവരവ് ചെയ്യുന്ന പ്രശ്നമില്ല. സാർ, അങ്ങനെ പറയരുത്. അങ്ങനെ പറയൂ. സബ് രജിസ്ട്രാർക്ക് കൈക്കൂലി കൊടുത്ത് കാര്യം സാധിച്ചതുപോലെ വില്ലേജ് ഓഫീസ് നടക്കില്ല. സുലൈമാന്റെ വസ്തു പോക്കുവരവ് ചെയ്യില്ല എന്ന് മാത്രമല്ല, സർക്കാർ ഭൂമി തട്ടിയെടുത്തതിന്റെ പേരിൽ സുലൈമാന്റെ പേരിൽ കേസും വരും. പണം കൊടുത്തു വാങ്ങിയ ഭൂമി പോക്കുവരവ് ചെയ്യാതെ കരമടയ്ക്കാൻ പറ്റില്ല. കരമടയ്ക്കാത്തിടത്തോളം കാലം ആ ഭൂമിയുടെ പേരിൽ സുലൈമാന് ഒരവകാശവും നിയമപരമായി കിട്ടാൻ പോകുന്നില്ല. സാർ, മേലിൽ ഈ ആവശ്യവും പറഞ്ഞ് ഇവിടെ വന്നാൽ വീട്ടിൽ കയറി എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പോലീസ് കേസ് കൊടുക്കും. അതിനിടെ വരുത്തിട്ടെങ്കിൽ സ്ഥലം വിട്. അയ്യോ സാർ. പോണം. അപ്പോ രാവിലെ തന്നെ വില്ലേജ് ഓഫീസർ രണ്ടും കൽപ്പിച്ച ഫോണിൽ വിളിക്കുന്നവരെയും വന്നു കയറുന്നവരെയൊക്കെ ജയിലിലാക്കാനാണ് അപ്പൊ സാറിന്റെ തീരുമാനം. എന്താണ് സാറിന്റെ മനസ്സിലിരിപ്പ്? ആഫീസ് കാര്യത്തിൽ നീ ഇടപെടണ്ട. ഓ, ആഫീസുകാർ വീട്ടിൽ ചർച്ച ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഇവിടെ കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ ഞാൻ അഭിപ്രായം പറഞ്ഞു നിൽക്കും. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന തരുന്നതാ. അത് വില്ലേജ് ഓഫീസിൽ എഴുതി ഒപ്പിട്ട് തരുന്ന സാധനമല്ല. ആഹാ, നീ ഒരു വക്കീലാണെന്നും നിയമം പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഓരോരോ കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരരുത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്ത് കാര്യം? ഭാര്യയും ഭർത്താവും ഇന്ത്യൻ പൗരന്മാരാണല്ലോ. അപ്പോ ഭരണഘടനയെ പറ്റി പറയുകയും ചെയ്യാം. പക്ഷേ വീടിനൊരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടന അനുസരിച്ച് ഭർത്താവാണ് വീടിന്റെ നാഥൻ. ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിച്ചോളണം. അയ്യടാ, ആ ഭരണഘടന മോഹനേട്ടന്റെ സൗകര്യത്തിന് മോഹനേട്ടൻ തന്നെ ഉണ്ടാക്കിയ ഭരണഘടനയല്ലേ. അത് ഞാൻ അംഗീകരിച്ചിട്ടേ ഇല്ല. മോഹനേട്ടാ, വേറൊന്നും ഞാൻ പറഞ്ഞില്ല. സുലൈമാന്റെ പോക്കുവരവ് ചെയ്തു കൊടുക്കാൻ നിയമപരമായി മോഹനേട്ടന് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഞാൻ സമ്മതിച്ചു. മോഹനേട്ടൻ അത് ചെയ്തു കൊടുക്കാൻ വേണ്ട. പക്ഷെ അയാളോടൊന്ന് മാനോട്ട് സംസാരിച്ചൂടെ? ഞാൻ മാന്യമല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. പോക്കുവരവ് ചെയ്തു തരണോന്ന് പറയുമ്പോ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാ?
ആളുകളോട് സ്നേഹത്തിൽ സംസാരിച്ചാലേ അതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഓ ഒന്നാമത് അവർക്ക് നമ്മളോട് ശത്രുത തോന്നില്ല. രണ്ടാമത് അവരോട് വഴക്കുണ്ടാക്കുന്ന വഴി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രയാസവും ഇല്ലാതാവില്ലേ? നീ വക്കീലോ മതപ്രഭാഷണക്കാരിയോ? കാര്യം പറയാൻ വക്കീലും ആവണ്ട, മതപ്രഭാഷകയാവണ്ട. ആ ഇപ്പൊ വന്ന സുലൈമാന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. അയാളുടെ ആധാരത്തിൽ ആ 2 സെന്റ് കൂടുതൽ വന്നത് അയാൾ അറിഞ്ഞുകൊണ്ട് ആവണമെന്നില്ലല്ലോ. പഴയ ആധാരം രജിസ്റ്റർ ഓഫീസ് വെച്ച് പാർത്തിയതാവും. അല്ലെങ്കിൽ തന്നെ ഈ രജിസ്റ്റർ ഓഫീസിലെയും വില്ലേജ് ഓഫീസിലെ കണക്കുകൾ മാറി കിടക്കുന്നത് പുതിയ സംഭവം ഒന്നും അല്ലല്ലോ മോനേട്ടാ. രജിസ്റ്റർ ഓഫീസിലെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യം മോഹനേശ്വരില്ല. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഓ സമ്മതിച്ചേ. പക്ഷെ ഒരു മനുഷ്യ കൂടി അല്ലേ? അയാളുടെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി അയാൾക്ക് പറ്റിയ തെറ്റ് തിരുത്താനുള്ള വഴിയും കൂടി പറഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത്. അത് കേൾക്കുമ്പോ അയാൾക്കൊരാശ്വാസമാവില്ലേ? ഒരു കാര്യം കേൾക്കുന്നവർ കൂടി സമാധാനം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പഠിക്കണം. അപ്പോ അയാൾക്ക് മോഹനേട്ടനോടുള്ള ബഹുമാനം കൂടും. എനിക്ക് അയാളുടെ ബഹുമാനം വേണ്ട. ഇതാണ് മോഹനേട്ടന്റെ കുഴപ്പം. മോഹനേട്ടൻ ഡോക്ടർമാരെ കുറിച്ച് ആലോചിച്ച് നോക്കി. വലിയ അസുഖങ്ങൾ വരുന്ന രോഗികളോട് നിങ്ങൾ ഉടനെ മരിച്ചു പോകും എന്ന് ഡോക്ടർമാര് പറയൂ? ഇല്ല. രോഗത്തിന്റെ ഗൗരവത്തെ പറ്റി സമാധാനത്തിൽ പറഞ്ഞവരെ മനസ്സിലാക്കും. അങ്ങനെയല്ലേ വേണ്ടത്? വക്കീലേ, അയ്യടാ രക്ഷപ്പെടാനുണ്ട് വടി കിട്ടി. ഉത്തമനെ വക്കീലേ എന്നാണ് വിളിച്ചത്. അതുകൊണ്ട് എനിക്ക് ഉത്തമനെ കാണാൻ പറ്റില്ലെന്നുണ്ടോ? അത് കൊള്ളാം. നമസ്കാരമുണ്ട് സാർ. ഞാൻ വക്കീലിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താ കേസ്? അല്ല, നമ്മുടെ പ്രകാശനും പിന്നെ രമേശനും തമ്മിൽ പഴയ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പിന്നെ അടിയായി. ഇന്നലെ രാത്രി കൃഷ്ണൻകുട്ടിയുടെ ചായക്കട മുമ്പിൽ വെച്ച് ചീത്തവിളി ഉന്തും തള്ളും ഒക്കെ ഉണ്ടായെന്നാണ് പറഞ്ഞു കേട്ടത്. പ്രകാശ് രാത്രി എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റായി, ദിനേശൻ തല്ലി എന്ന് പറഞ്ഞോണ്ട്. ദിനേശനെ രാവിലെ പോലീസ് പിടിച്ചോണ്ട് പോവുകയും ചെയ്ത്. ജാമ്യത്തിൽ ഇറക്കണമെന്ന് പറയാനാണ് വക്കീലെ ഞാൻ വന്നത്. ഇത് എത്രാമത്തെ പ്രാവശ്യം ഒത്തുമ അവർ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാവുന്നത്? വെറുതെ പ്രകാശന് മുന്നിൽ ചെന്ന് ചാടരുത് ഞാൻ എത്ര പ്രാവശ്യം ദിനേശനോട് പറഞ്ഞതാ. സംഭവം തെറ്റ് ദിനേശന്റെ ഭാഗത്തല്ല വക്കീലെ. പ്രകാശൻ മനഃപൂർവ്വം വഴക്കുണ്ടാക്കിയതാണ്. SI ആണെന്നുണ്ടെങ്കിൽ പ്രകാശന്റെ സ്വന്തം ആളും. സ്റ്റേഷനിൽ ചെന്നപ്പോ അയാൾ പറയാണ് വധശ്രമമാണ് കേസ്, ജാമ്യം വേണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ ചെല്ലണം എന്ന്. ഞാൻ വരാം, പക്ഷേ ഇത് അവസാനത്തെ പ്രാവശ്യമായിരിക്കും. ഇനിയും പ്രകാശനുമായി വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വരില്ല ഉത്തമ ജാമ്യത്തിന്. ഒടുവിലെ ദിനേശൻ അകത്ത് നടക്കേണ്ടി വരും. അയ്യോ അല്ല പിന്നെ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഇതൊക്കെ വളരെ സൗമ്യമായിട്ടല്ലേ പറയേണ്ടത്? ഉത്തമ, ഇനി ദിനേശൻ പ്രകാശനുമായി സ്നേഹപൂർവം എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടായാൽ ജാമ്യത്തിൽ ഇറക്കാൻ ഈ വക്കീൽ വരില്ല. അങ്ങനെ ജാമ്യത്തിൽ ഇറക്കാതിരുന്നാൽ ദിനേശൻ സർക്കാർ വക കാരാഗ്രഹത്തിൽ തടവറയിൽ കുറച്ചു ദിവസം കിടക്കേണ്ടി വരും. സാരമില്ല, 3 നേരവും തരക്കേടില്ലാത്ത ഭക്ഷണവും കിടക്കാനുള്ള പായും സർക്കാർ തന്നെ ദാനം ചെയ്യും. അതുകൊണ്ട് ഈ ജയിൽവാസത്തിന് വലിയ ഗൗരവം കൊടുക്കേണ്ട കാര്യവുമില്ല. ഇങ്ങനെയല്ലേ ഭാമ സംസാരിക്കേണ്ടത്? സാറേ, സാറിത് എന്തെന്നൊക്കെ പറയുന്നത്? കേൾക്കുന്നവർക്ക് ആശ്വാസമാം വിധം സംസാരിക്കണമെന്ന് ഈ വക്കീലാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്ന് പണ്ടാറങ്ങിപ്പോ എന്നാണ് സത്യത്തിൽ പറയേണ്ടത്. കേൾക്കുന്ന ആൾക്ക് അതോടെ നമ്മളോടുള്ള ബഹുമാനം പോയില്ലേ? അതുകൊണ്ട് വളരെ സ്നേഹത്തിൽ വേണം സംസാരിക്കാൻ. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ വഴിയിലൂടെ നടന്നു വരും. ഒരാൾ കുറച്ച് ഫിറ്റായി നമ്മളെ ചീത്ത വിളിച്ചു എന്ന് കരുതുക. എന്നെയും ഉത്തമനെയും പോലുള്ള ആളുകൾ തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നിരിക്കും. അവനെതിരെ പോലീസിൽ പരാതിപ്പെട്ടെന്ന് ഇരിക്കും. പക്ഷേ ഈ വക്കീലത് ചെയ്യില്ല. നേരെ അയാളുടെ ചെന്നിട്ട് പറയുന്നു, അതെ സഹോദര, താങ്കൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. ഇങ്ങനെ അപമര്യാദയായി പെരുമാറിയാൽ ഞാൻ താങ്കൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടേണ്ടി വന്നേക്കും. എന്നാലും താങ്കൾ പേടിക്കണ്ട. കാരണം ചീത്തവിളി പോലീസ് സ്റ്റേഷനിൽ തന്നെ ജാമ്യം കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ് എന്ന്. അപ്പോഴല്ലേ അയാൾക്ക് ആശ്വാസം കിട്ടൂ. അതോടെ അയാൾക്ക് ഈ വക്കീലിനോട് വളരെയധികം ബഹുമാനം തോന്നുകയും ചെയ്യും. ഇതെന്തൊക്കെയാണ് ഈ സാറ് വിളിച്ച് പറയുന്നത്? തലയ്ക്ക് സുഖമില്ലാത്തവർക്ക് ഇന്നതേ പറയാവോ എന്നൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? രാവിലെ ഒരാളോട് ഫോണിലും ഒരാളോട് നേരിട്ടും ചീത്ത വിളിച്ചു. അപ്പൊ ഞാനൊന്ന് ചോദിച്ചു പോയി, മറ്റുള്ളവർ കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്ന് സംസാരിച്ചുകൂടെ സാറേ എന്ന്. അതിന്റെ ബാക്കിയാണ് ഇപ്പൊ കേട്ടത്.
ഓ അത് ശരി, കൊള്ളാം കൊള്ളാം. അയ്യോ, ആ പിന്നെ വക്കീലെ, ദിനേശന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? 11 മണിക്ക് ഞാൻ കോടതിയിലുണ്ടാവും. ഓ, ഓ. 2 ജാമ്യക്കാരൻ കൂട്ടി ഉത്തമൻ അങ്ങോട്ട് വന്നാൽ മതി. ഓ വലിയ ഉപകാരം വക്കീലെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്നൊരു ചൊല്ലുണ്ട്. അത് കേട്ടിട്ടുണ്ടോ സാറ്? ഉണ്ടായിരിക്കും. ഓ, മോഹനൻ ഇപ്പൊ ചെയ്തേ അതാണ്. വീട്ടിൽ വരുന്നവരോടും ഫോണിൽ വിളിക്കുന്നവരോടും മാന്യമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് ഞാനൊന്ന് പറഞ്ഞു പോയതിന്റെ വാശിക്ക് മോഹനൻ ഒരുമാതിരി ഉപദേശകന്മാരുടെ രീതിയിലായി. ഭാമേ, ഞാൻ നിന്നെ കളിയാക്കിയതല്ല. ഒരു കാര്യം പറയുമ്പോ കേൾക്കുന്ന ആൾക്ക് ആശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ പറയണം എന്ന് പറഞ്ഞത് നീയാണ്. തല്ല് കേസിൽ പോലീസ് ലോക്കപ്പിൽ കിടക്കുന്നവന് ആശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരികയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മോഹനേട്ടന്റെ എടുത്തുചാട്ടവും മുൻകോവോ ഒക്കെയാണ് ശരിയെന്ന് മോഹനേട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്ന്. ഇവിടെ എടുത്തുചാട്ടത്തിന്റെയോ മുൻകോപത്തിന്റെയോ പ്രശ്നം വരുന്നില്ലല്ലോ. എന്നെ ആദ്യം വിളിച്ച ശശിയോട് ഞാൻ പറഞ്ഞത് എന്താണ്? കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ മുന്നാധാരത്തിന്റെ പകർപ്പ് വേണം. അത് സർക്കാർ നിയമമാണ്. സർക്കാർ ഉണ്ടാക്കി വെച്ചൊരു നിയമത്തെ കുറിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? രണ്ടാമത് സംസാരിച്ചത് സുലൈമാനോട്. സർക്കാർ പുറമ്പോക്ക് സ്വന്തം ഭൂമിയോട് ചേർത്ത് ആധാരമുണ്ടാക്കി അത് പോക്കുവരവ് ചെയ്യാൻ വന്ന ആളോട് അയാൾക്ക് ആശ്വാസകരമായ രീതിയിൽ സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഭാമേ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ശരി എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ധൈര്യമായി ഉറക്കെ പറയാം. നീ പറഞ്ഞതുപോലെ ക്യാൻസർ രോഗിയായ ഒരാളെ ആശ്വസിപ്പിക്കാനായി അയാൾക്ക് ജലദോഷമാണ് ട്ടോ, പേടിക്കണ്ട എന്ന് പറയാൻ എനിക്കറിയില്ല. സത്യം പുറിയാത് പ്രിയം പുറിയാത് നമ്പുറിയാത് സത്യം അപ്രിയം എന്ന് മോഹനേട്ടൻ കേട്ടിട്ടുണ്ടോ? പ്രിയമായതും സത്യമായതും പറയാം, അപ്രിയമായ സത്യങ്ങൾ പറയരുത് എന്ന്. നമ്മൾ ആളുകളുടെ മുഖത്ത് നോക്കി സത്യമെന്ന് ബോധ്യമുള്ളത് എല്ലാം വിളിച്ചു പറയരുത്. അതായത് മുന്നാധാരത്തിന്റെ പകർപ്പില്ലെങ്കിലും സാരമില്ല, നോക്കട്ടെ എന്ന് ഞാൻ ശശിയോട് പറഞ്ഞായിരുന്നോ? സർക്കാർ പുറമ്പോക്ക് തട്ടിയെടുത്താലും സാരമില്ല, ഒക്കെ അങ്ങോട്ട് ശരിയാക്കി തരാം എന്ന് സുലൈമാനോട് ഞാൻ പറയണമായിരുന്നു അല്ലേ? എന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. നിയമപരമല്ലാത്ത ഒരു കാര്യം മോഹനേട്ടൻ ചെയ്തു കൊടുക്കണ്ട. പക്ഷെ ആളുകളോട് ശത്രുക്കളെ പോലെ പെരുമാറുന്ന എന്തിനാണ് എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ജീവിതത്തിൽ എത്ര പേരെ വരട്ടി എന്നുള്ളതാണ് മോഹനേട്ടന്റെ ജീവിത വിജയത്തിന്റെ ഒരു കണക്ക്. ഒരാളോടുള്ള വഴക്കെങ്കിലും ഒഴിവാക്കാൻ പറ്റുക എന്നതാണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് മനസ്സമാധാനമാണ്. ഈശ്വര, ദിവാകരനായിരിക്കും. ദിവാകരൻ. നമസ്കാരം സർ. നമസ്കാരം. ദിവാകരൻ കൃത്യസമയത്തെത്തി. ഞാൻ അങ്ങനെയാ, സമയത്തിന്റെ കാര്യത്തിൽ വലിയ കണിശക്കാരനാ. ഞാനും അങ്ങനെ തന്നെയാ. ആ വരൂ, അകത്തിരിക്കാം. വക്കീല് ഉണ്ട്. കേസിന്റെ കാര്യമൊക്കെ ഞാൻ ഭാമയോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, അവൾ ഒരു കേസ് ഏറ്റെടുത്താൽ ജയിച്ചിരിക്കും, ഉറപ്പ്. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യം അവളോട് പറയണ്ട. അതെന്താ? എന്തിനാ വെറുതെ വെറുതെ പറയുന്നത്? വരൂ വരൂ. ഭാമേ, ആളെത്തിന്ന് തോന്നുന്നുണ്ടല്ലോ. ഞാൻ ഭാമയുടെ ജോലിക്കാര്യത്തിലൊന്നും അങ്ങനെ ഇടപെടാറില്ല. പക്ഷേ ഇത് തഹസിൽദാർ നേരിട്ട് വിളിച്ച് പറഞ്ഞല്ലേ, എങ്ങനെ ഇടപെടാതിരിക്കും പറ്റും? ഞാൻ ഭാമയോട് കാര്യം പറഞ്ഞപ്പോ അവള് പറഞ്ഞു, ഇതൊരു നിസ്സാര കേസാണ്, പുല്ലുപോലെ ജയിക്കാനുള്ളതേ ഉള്ളൂ എന്ന്. എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു. ചന്ദ്രൻകുട്ടിക്കാണെങ്കിൽ പോലീസിലൊക്കെ വലിയ സ്വാധീനമാ. കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ലെന്ന് അയൽക്കാരെല്ലാം പറഞ്ഞു. സത്യം പറയാലോ സർ, കോടതി, കേസ്, പോലീസ്
ഇതൊക്കെ കേട്ട എനിക്ക് പേടിയാ. എന്തിന്? നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്തവരല്ലേ നിയമത്തെ പേടിക്കേണ്ടതായുള്ളൂ. മോഹനേട്ടാ, ആ, ഇതാണ് സത്യഭാമ. ഓ, നമസ്കാരം. നമസ്കാരം. ഞാൻ ദിവാകരൻ. മോഹനേട്ട പറഞ്ഞിരുന്നു. ദിവാകരന് കേസിന്റെ കാര്യമൊക്കെ വലിയ പേടിയാ. ഞാൻ പറയുകയായിരുന്നു, ന്യായം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്ന്. ദിവാകരൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഓ, ഇക്കാലത്ത് ന്യായം നമ്മുടെ പക്ഷത്താണെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. എന്ത് സംഭവിക്കാം? ഇപ്പോ ചന്ദ്രൻകുട്ടി ദിവാകരന്റെ സ്ഥലം കയ്യേറി വഴിവെട്ടി എന്നുള്ളതാണല്ലോ കേസ്. അതെ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പൗരന് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ആ വഴി നേരത്തെ അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ അവർക്ക് പറ്റിയാൽ ഭൂമി നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, വഴി തടഞ്ഞതിന് ദിവാകരൻ അകത്തു പോവുകയും ചെയ്യും. വഴിയായി നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന സ്ഥലം കയ്യേറാൻ ദിവാകരൻ ശ്രമിച്ചു എന്നായിരിക്കും കേസ്. അങ്ങനെ വന്നാൽ ഭൂമി തട്ടിയെടുത്തതിന് വേറെ കേസും വരും. പക്ഷേ ദിവാകരൻ ഭൂമി തട്ടിയെടുത്തില്ലല്ലോ. ആ, അതെ. ഇതെല്ലാം കോടതി തെളിയിക്കേണ്ട കാര്യമല്ലേ? വഴിയുടെ കാര്യത്തിൽ ദിവാകരനും ചന്ദ്രൻകുട്ടിയും തമ്മിൽ തർക്കം നടന്നില്ലേ? നടന്നു. ഞാനിപ്പോ പറഞ്ഞു, എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ ഭൂമി ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന്. അതായത് ആ ഭൂമി വിട്ടുകൊടുക്കാതിരിക്കാനായി വേണ്ടി വന്നാൽ ചന്ദ്രൻകുട്ടിയെ കൊല്ലാൻ പോലും തയ്യാറാണെന്ന് ദിവാകരൻ പറഞ്ഞു. വധഭീഷണി, ജാമ്യമില്ലാത്ത കേസാ. അങ്ങനെയല്ല. അയാളുടെ ഭാര്യ എന്നോട് വഴക്കിന് വന്നപ്പോഴാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോ സ്ത്രീ അപമാനിക്കണം എന്ന് തുടങ്ങി ബലാത്സംഗത്തിനാണ് കേസുണ്ടാവും. ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കേസാണ്. പക്ഷെ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അത് കോടതിക്ക് കൂടെ തോന്നണ്ടേ? അല്ല അല്ല വക്കീലെ, ഞാൻ ഒരു മിനിറ്റ്. ഇതെന്താ സർ, ഇപ്പൊ ഞാൻ പ്രതിയായോ? അങ്ങനൊന്നുമില്ല, ഞാനും ഇപ്പൊ വരാം. ഹലോ, അതെ. ആ, ഞാൻ 11 മണിക്ക് കോടതിയിലെത്തും. ഇല്ലില്ല, രാവിലെ ഒരു തല്ലുകേസിലെ പ്രതിക്ക് ജാമ്യം എടുക്കണം. നമുക്ക് ഉച്ചകഴിഞ്ഞ് കാണാം. ശരി. എന്താ നിന്റെ ഉദ്ദേശം? ദിവാകരൻ ആ കേസിൽ വാദിയാണ്, പ്രതിയല്ല. അതായിക്കോട്ടെ. ഞാൻ പറഞ്ഞത് നിയമമല്ലേ മോഹനേട്ടാ? ഇന്ത്യൻ ശിക്ഷാ നിയമം പഠിച്ചിട്ടുള്ള ഒരു വക്കീൽ എന്നുള്ള നിലയിൽ എന്റെ കക്ഷിയുടെ കാര്യങ്ങൾ വിസ്തരിച്ച് പറയേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? അല്ലാതെ ക്യാൻസർ വരുമ്പോ ജലദോഷമാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. മോഹനേട്ടാ, നമ്മൾ പറയുന്നത് സത്യമാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് എവിടെയും പറയാം, ഉറക്കെ പറയാം. പക്ഷെ ആ സത്യം ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. അപ്രിയമായ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞപ്പോ സാർ എന്താണ് പറഞ്ഞത്? അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്. ഒരു കേസല്ലേ, അത് ഏതൊക്കെ ഒഴുകി വരുന്നത് പറയാൻ പറ്റില്ലല്ലോ. എന്റെ കക്ഷി എന്നുള്ള നിലയിൽ എനിക്ക് ദിവാകരനോട് കള്ളം പറയാൻ പറ്റുമോ? ഞാൻ സത്യം പറഞ്ഞു, സത്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്ര സത്യം പറയണ്ട, ദിവാകരൻ പേടിച്ച് ചത്തുപോകും. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആളുകളോട് പറ്റുന്നിടത്തോളം മാന്യമായിട്ട് സംസാരിക്കുന്നതാണ് നല്ലത് എന്ന്. പക്ഷേ മോഹനേട്ടനത് അപ്പൊ സമ്മതിച്ച് തന്നില്ല. ഇപ്പൊ സമ്മതിച്ചല്ലോ, ഇനി ദിവാകരനെ പേടിപ്പിക്കരുത്. കിട്ടണ്ട കിട്ടിയാലേ എന്നെ സാറ് പഠിക്കുള്ളൂ അല്ലേ? നീ പോയി മര്യാദയ്ക്ക് ദിവാകരനോട് സംസാരിക്കും. ശരി. നീ എന്താ ദിവാകരനോട് പറയാൻ പോകുന്നത്? ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാ, ഈ കേസ് മോഹനേട്ടൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഏറ്റത്. ന്യായവും നീതിയൊന്നും ഈ കേസിൽ എനിക്ക് പ്രശ്നമല്ല. എന്റെ മോഹനേട്ടനായിട്ട് കൊണ്ടുവന്ന കേസ് എന്ത് വില കൊടുത്തും ഞാൻ ജയിക്കും എന്ന്. അങ്ങനെ പറഞ്ഞാ മതിയോ? ആ, അങ്ങനെ പറഞ്ഞോ. അത് കേൾക്കാൻ നല്ല രസമുണ്ട്. സംസാരത്തിലും പ്രവൃത്തിയിലും മാന്യത പാലിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക എന്ന പഴയ പ്രമാണം ഒടുവിൽ വില്ലേജ് ഓഫീസർക്ക് അംഗീകരിക്കേണ്ടി വന്നത് കണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.